ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന ആ നിർണായക ദിനം ഇന്നെത്തിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. എന്നാൽ സമാധാനത്തിന് പകരം UAE, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപക ആക്രമണം നടത്തിയും 5 മനുഷ്യജീവനുകൾ അപഹരിച്ചുകൊണ്ടും ഒരു US വിമാനം വെടിവെച്ചിട്ടുകൊണ്ടും ഇറാൻ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയാകെ യുദ്ധക്കളമായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഷാർജയിലെ ഖോർഫഖാൻ തുറമുഖത്ത് ഇറാൻ വ്യോമാക്രമണം നടത്തി. ഇവിടെ ആളപായമില്ല. എന്നാൽ UAE തലസ്ഥാനമായിട്ടുള്ള അബുദാബിയിലെ ബൊറൂജ് പെട്രോകെമിക്കൽ ഫാക്ടറിക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ വൻ തീപിടുത്തമുണ്ടായി. അവശിഷ്ടങ്ങൾ വീണുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഫാക്ടറിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ കുവൈറ്റിലും ബഹ്റൈനിലും ഇറാന്റെ വ്യാപക ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. കുവൈറ്റിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്കും വൈദ്യുതി ജലവിതരണ ശൃംഖലകൾക്കും നേരെയുണ്ടായ ആക്രമണം രാജ്യത്തെ ഊർജ്ജ വിതരണത്തെ ബാധിച്ചു. ബഹ്റൈനിലെ സിത്ര മേഖലയിലും ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു. ഈ സംഘർഷങ്ങൾക്കിടയിലാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം ഇറാനിലെ ഇസ്ഫഹാനിൽ അരങ്ങേറിയത്. രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്ന അമേരിക്കയുടെ C-130 വിമാനം ഇറാന്റെ ഫരാജ് റേഞ്ചേഴ്സ് എന്ന പോലീസ് കമാൻഡോ യൂണിറ്റ് വെടിവെച്ചിട്ടു. ഈ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഈ സംഭവം അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ, അതായത് ഇന്നത്തെ ദിവസത്തിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രൂത്ത് സോഷ്യൽ എന്ന പ്ലാറ്റ്ഫോമിലൂടെ അങ്ങേയറ്റം കടുത്ത ഭാഷയിലാണ് ട്രംപ് പ്രതികരിച്ചത്. ഒരു കരാറിലെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ എണ്ണ കച്ചവടം ഏറ്റെടുക്കുമെന്നും ചൊവ്വാഴ്ച ഇറാനിലെ പവർ പ്ലാന്റുകളും പാലങ്ങളും ബോംബിട്ട് തകർക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കിയിരുന്നു. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ഇറാന്റെ ഈ പുതിയ ആക്രമണങ്ങളും അമേരിക്കൻ വിമാനം തകർത്തതും ഒരു വൻ യുദ്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്ന് ഒരു ഒത്തുതീർപ്പിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇറാനിൽ സർവനാശമായിരിക്കും സംഭവിക്കുക എന്ന ട്രംപിന്റെ വാക്കുകൾ ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്നു. എല്ലാം അവസാനിക്കുമോ അതോ ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുമോ എന്ന് ഇന്നറിയാം. പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഭാവി തീരുമാനിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.